ദൈവിക നിയമത്തിലുള്ള അനുസരണവും സ്വയം നിർണയത്തിന്റെ മോഹവും തമ്മിലുള്ള സാർവത്രിക മനുഷ്യ പോരാട്ടത്തെ ഈ ആഖ്യാനം പകർത്തുന്നു. വിലക്കപ്പെട്ട ഫലം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിനെ പ്രതിനിധീകരിക്കുന്നു. അത് മുമ്പ് ദൈവത്തിന്റെ ഏക മണ്ഡലമായിരുന്നു. അത് കഴിക്കുന്നതിലൂടെ ആദാമും ഹൗവയും നാണക്കേടിലേക്കും ഭയത്തിലേക്കും അന്യവൽക്കരണത്തിലേക്കും അവരെ നയിക്കുന്നു. ഈ പ്രവൃത്തി ഒരു സുപ്രധാന വിഷയത്തെ അടിവരയിടുന്നു. ദൈവതയ്ക്ക് പുറത്തുള്ള അറിവിന്റെയോ ശക്തിയുടെയോ പിന്തുടരൽ പലപ്പോഴും അപ്രത്യക്ഷിതമായ അനന്തഫലങ്ങളിലേക്ക് നയിക്കും. പഴത്തിന്റെ ആകർഷണം മനുഷ്യന്റെ ശാശ്വതമായ ജിജ്ഞാസയും അതിന്റെ അപകട സാധ്യതകളും പ്രതീകപ്പെടുത്തുന്നു. സർപ്പത്തിന്റെ പ്രലോഭനം ഒരു ശൃംഖല പ്രതിപ്രവർത്തനത്തിന് തുടക്കമിടുന്നു. ആദാമിന്റെയും ഹൗവയുടെയും അനുസരണക്കേട് അവരെ ഏദനിൽ നിന്നും പുറത്താക്കുന്നതിലും അമൃതത നഷ്ടപ്പെടുന്നതിലും വേദനയുടെയും അധ്വാനത്തിന്റെയും മനുഷ്യന്റെ അസ്തിത്വത്തിലേക്കും കൊണ്ടുവരുന്നതിലും കലാശിക്കുന്നു. ഈ അനന്തരഫലങ്ങൾ പാപത്തിന്റെ അഗാധമായ ആഘാതം മനുഷ്യത്വവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ശിഥിലീകരണവും വ്യക്തമാക്കുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തെ പ്രതീകപ്പെടുത്തുന്ന സർപ്പവും അതിന്റെ വയറുകൊണ്ട് ഭൂമിയിൽ എഴയാനും മനുഷ്യത്വത്തോട് ശാശ്വതമായ ശത്രുതയിലായിരിക്കാനും ശപിക്കപ്പെട്ടിരിക്കുന്നു.